ഈ ചപ്പും ചവറും പിടിച്ചോണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? പറയാം. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ചെടിയാണ്, പുളിയാറില. ഇത് നമ്മൾക്ക് വായിക്കൊരു അരുചി വരുമ്പോൾ, പനിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഇല്ലായ്മ വരുമ്പോൾ ഇത് നമുക്കിതിൻ്റെ സ്വരസം ആയിട്ട് കഴിക്കാം. അതായത് ഇതിൻ്റെ നീര് കഞ്ഞിയിൽ ചേർത്ത് കഴിക്കാം, അതല്ലെങ്കിൽ അത് തന്നെ കുടിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾ തേങ്ങയും കുറച്ച് കാന്താരി മുളകും ഇട്ട് ചമ്മന്തി അരയ്ക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് നാക്കിൽ രുചി വരും. ഇത് മുറിവുണക്കി, ഇത് തൊട്ടാവാടി. ഇത് രണ്ടും നമുക്ക് ചെറിയ മുറിവുകൾ വരുമ്പോൾ ഇത് നമ്മൾ ചതച്ച് ഇതിൻ്റെ നീര് ആ മുറിവിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങും, പെട്ടെന്ന് രക്തം നിൽക്കാനും നല്ലതാണ്. ഈ തൊട്ടാവാടിയുടെ കൂടെ മുട്ട്കുറ്റിയും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇത് നമ്മൾ കൂടുതലും കാണുന്നത് ഉപേക്ഷിച്ചിട്ടേക്കുന്ന, ആരും യൂസ് ചെയ്യാത്ത സ്ഥലങ്ങളിലൊക്കെയാണ്. പക്ഷെ ഇത് നല്ലൊരു മരുന്നാണ്. ഇതിൻ്റെ പേര് ആവണക്കെന്നാണ്. ഇതിൻ്റെ കുരു നല്ലതാണ്, വേര് നല്ലതാണ്, ഇതിൻ്റെ ഇലയും നല്ലതാണ്. ഇല നമുക്ക് ചെറിയ വേദനകൾ, ചെറിയ ചതവ് ഒക്കെ വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ ജസ്റ്റ് വാട്ടിയിട്ട് നമുക്ക് കയ്യിൽ വെച്ച് കെട്ടാം, പെട്ടെന്ന് വേദന കുറയും. ഇതും നമ്മുടെ ആവണക്ക് പോലെ തന്നെ അധികം ആരും ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണ്. ഇത് എരിക്കെന്നാണ് ഇതിന് പറയുന്നത്, അർക്ക. ഇതിന് 2 കളറുണ്ട് പൂക്കൾ. പർപ്പിൾ കളർ പൂവുണ്ട്, അതാണ് കുറച്ചും കൂടി നല്ലത് മെഡിസിനൽ യൂസിന്. ഇത് നമ്മൾക്ക് ഈ ആമവാദം ഉള്ളവർക്ക്, അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ മുട്ടിന് ഭയങ്കര സ്റ്റിഫ്നെസ് ഉള്ള ആൾക്കാർക്ക്, ഇവർക്കിത് നമുക്ക് ചൂടാക്കിയിട്ട് അവരുടെ മുട്ടയിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വേദന കുറയും. ഈ കമ്പ്യൂട്ടറിന്റെ മുമ്പിലൊക്കെ ഇരുന്ന് ഷോൾഡർ പെയിൻ വരുന്നവർക്കും ഇത് അതുപോലെ എണ്ണയിൽ ചൂടാക്കി പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറംവേദന കുറയും. മസിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഫ്രോസൺ ഷോൾഡറിലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലയാണിത്. ഇത് പറിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കുക, ഇതിനൊരു വെള്ള കളറ് സാപ്പ് ഉണ്ട്. ഇതൊരിക്കലും നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ വായനകത്തോ പോവാതിരിക്കാൻ നോക്കുക. പോയിസൺ ആണ്. കണ്ണിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കണ്ണിൽ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കണ്ടുകൊണ്ടിരുന്ന ഒരു പുല്ലാണ്, കറുകപ്പുല്ലെന്ന് പറയും. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാനോ കുളിക്കാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ബോഡി ഹീറ്റ് കുറയ്ക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ ചെടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളുടെ റോഡ് സൈഡിലും വീടിന്റെ പറമ്പിക്കടയും ഒക്കെ കാണുന്ന ഒരു ചെടിയാണ്. കഴുതാമ എന്നാണ് പേര്. ഇതിന്റെ തോരൻ എസ്പെഷ്യലി പ്രഗ്നന്റ് ആയവർക്ക്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ ഈ ഇലയുടെ തോരൻ കഴിച്ചു കഴിഞ്ഞാൽ കാലിൽ വരുന്ന സ്വെല്ലിങ് കുറയാൻ ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടി ഉള്ള ആൾക്കാർക്കും ഇതിന്റെ തോരൻ വീക്ക്ലി 1 or 2 ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഹെൽപ്ഫുൾ ആണ്. ഇതെല്ലാം നമ്മളുടെ വീടുകളിലും നമ്മുടെ പറമ്പിലും നമ്മൾ നടന്നു പോകുന്നിടത്തൊക്കെ കാണുന്ന ചെടികളാണ്. ഇതിന് ഇങ്ങനെ കുറേ ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിൽ മിക്കതും നമ്മൾ കളയായിട്ട് വെട്ടി നശിപ്പിക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വരുന്ന മിക്ക അസുഖങ്ങൾക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസുമാണ്.